കോഴിക്കോട് പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലകളിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നു. പനങ്ങാട്, ഒളവണ്ണ, കക്കോടി, പെരുമണ്ണ പഞ്ചായത്തുകളിലെ 15,000 പക്ഷികളെ ഇന്ന് കൊന്നൊടുക്കും. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധികൃതർ. അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അനീഷ്, പറയൂ. പ്രവിത, സ്മിത, ഗുഡ് മോർണിംഗ്. ഏതായാലും കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രതയാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലയിലെ 5 ഇടങ്ങളിലാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഒളവണ്ണ, പെരുവണ്ണ, കക്കോടി, പനങ്ങാട് പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷന്റെ നള്ളലം ഭാഗത്തുമാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ഇവിടുത്തെ സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചിരുന്നു. അവിടുന്ന് പരിശോധന ഫലം ലഭിച്ചതോടെയാണ് ഇവിടെ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്ന ഈ പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഏകദേശം 15,000-ഓളം പക്ഷികളെ ഇന്ന് കൊന്നൊടുക്കും. ഇതിനായിട്ട് 20 അംഗ ഒരു റെസ്പോൺസ് ടീമിനെ ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശത്ത് കോഴി, താറാവ്, മുട്ട അതിൻ്റെ ഒരു വിൽപ്പനയും ജില്ലാ ഭരണകൂടം കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകർന്നിട്ടില്ല എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും DMO നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകർന്നിട്ടില്ലെങ്കിലും ഈ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള ആളുകൾ ഒരു ജാഗ്രത പാലിക്കണമെന്ന് DMO ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഈ വൈറസിന്റെ ഒരു സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണമെന്നും അവിടുന്ന് ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്മിത. ശരി, അനീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അനീഷ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. നമ്മൾ ഈ വാർത്ത ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഗുഡ് മോർണിംഗ് പറയാതിരുന്നത്. ഗുഡ് മോർണിംഗ് അനീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.